അങ്ങനെ അവസാനം ഞാൻ എൻ്റെ പാർസൽ കയ്യിലേന്തി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അനീഷ. ഞാനിത് വന്നിരിക്കുന്നത് നാട്ടിൽ നിന്ന് എനിക്കൊരു പാർസൽ വന്നു. എനിക്ക് ആദ്യമായിട്ടാണ് നാട്ടിൽ നിന്ന് പാർസൽ വരുന്നത്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഇന്നലെ സംഭവം ഇവിടെ വന്നു. അപ്പം നമ്മൾ ഉണ്ടായിരുന്നില്ല. അപ്പം അവരിങ്ങനെ ഒരു സംഭവം പുറത്തിട്ടിട്ട് പോയി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പോയിട്ട് സാധനം കളക്ട് ചെയ്തു. എൻ്റെ ദൈവമേ, ആ സമയം തൊട്ട് എൻ്റെ ഹൃദയം വെമ്പുമായിരുന്നു ഈ സാധനം തുറന്നു നോക്കാൻ വേണ്ടിയിട്ട്. എന്താണ്ടൊക്കെ കുറേ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കുറെ ലിസ്റ്റൊക്കെ ഉണ്ട്, കുറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. ഞാൻ ഈ റൂമിലിട്ട് ചെയ്തിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. വല്ലതും പൊട്ടിപ്പാളിസായിരിക്കുകയാണെങ്കിൽ ലീക്കൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലീക്ക് ചെയ്യാനുള്ളതൊന്നുമില്ല. കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്കൊന്ന് കണ്ടാലോ. ഇത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു മാസമായി ഞാൻ ഈ സാധനം കാത്തിരിക്കുന്നു. എൻ്റെ പൊന്നോ, ഇതിൻ്റെ ഇടയിൽ ഈ സാധനം കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചു ഇതിന് പകുതിയൊന്നും വെയിറ്റ് ഒന്നും ഇല്ല. അപ്പൊ വീട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യം തന്നെ വെയിറ്റ് ചെക്ക് ചെയ്തു. വെയ് മെഷീൻ ഉണ്ട് ഇവിടെ. അപ്പൊ അതിൽ കയറി നിന്ന് വെയിറ്റ് നോക്കി. അപ്പൊ ഇത് ആദ്യം എൻ്റെ അമ്മ അയച്ചതിന് ശേഷം എന്താ പറയാ, സാധനം തിരിച്ചു വന്നു. അതിൽ മരുന്നുണ്ടായിരുന്നു. ഡ്രഗ് കൺട്രോളറുടെ റിപ്പോർട്ട് വേണമെന്ന് നമുക്ക് കുറേ നാൾ പിന്നെ അത് പോസ്റ്റ് ഓഫീസിൽ ഇരുന്ന് പിന്നെ അമ്മ പോയി അതൊക്കെ കളഞ്ഞിട്ടാണ് അതൊക്കെ ഇത് മാറ്റി വെച്ചു. എന്നിട്ടാണ് ഈ സാധനം ഇങ്ങോട്ട് വന്നത്. എന്താണിത്, ഒരു ലീക്കേജ് ഒക്കെ കാണുന്നത്. പിന്നെ നമ്മുടെ സാധനങ്ങളുടെ ഒരു 200 പേജിന്റെ ബുക്ക് കൊണ്ടുണ്ട് സാധനങ്ങളുടെ ലിസ്റ്റ്. അയ്യോ, ഇത് ബനാന ചിപ്സ്, അരിമുറുക്ക്, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, ഇതൊക്കെ ചെയ്തു തന്ന എൻ്റെ നാത്തൂൻ ആച്ചുവിന് എൻ്റെ അഭിവാദ്യങ്ങൾ. ആച്ചുവാണ് ഇത് മുഴുവനിരുന്ന് എഴുതി ഉണ്ടാക്കിയത്. ഇതിന്റെ വിലയും എല്ലാം കുറച്ച് കട്ട്. ആച്ചു എന്ന് പറഞ്ഞാൽ കൃഷ്ണേന്ദു എവിടെ പഠിക്കണേ? അവിടെ അണ്ടിപ്പിള്ളിക്കാവില്ലേ, കൊടുങ്ങല്ലൂർ ഭാഗത്ത്. അവിടെ ഒരു ടീച്ചർ ആവാൻ പഠിച്ചുകൊണ്ടിരിക്കുക. കൊടുങ്ങല്ലൂര് ഏതൊരു സ്കൂളിൽ നമ്മൾ ടീച്ചറായിട്ട് ഇപ്പൊ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. കുട്ടിക്ക് എൻ്റെ 1000 നന്ദി ഞാൻ പറയാണ്. അവള് കുറെ എഴുതിക്കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയാണ് ഇതിനു വേണ്ടി സഹായിച്ചത്. അമ്മയ്ക്ക് പറ്റി 1000 നന്ദി. അപ്പൊ കുറെ ലിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോ ഇത് എപ്പോഴെന്ന് തുടങ്ങുമെന്ന് എനിക്കത് മനസ്സിലാവണേ. എനിക്കാണെങ്കിൽ ജോലി കഴിഞ്ഞിങ്ങനെ നടന്നു വരുമ്പോഴേ തോര കാരണം മനുഷ്യന് തുറന്നിട്ടൊക്കെ ഉണ്ടോ ഭഗവാനെ. എന്റെ വിലപിടിപ്പുള്ള മൂക്കുത്തി നാട്ടിന്ന് വന്നിട്ടുണ്ട്. അതാണിതിരില്ലെങ്കിൽ എന്റെ സ്വഭാവം. പെട്ടിയുടെ ഉൾവശം അതിങ്ങനെയാണ്. നമുക്ക് ഓരോന്നോരോന്ന് കാണിക്കും. വാട്ട്സ് ഇൻ മൈ പെട്ടി മാൻ. അയ്യോ, വാട്ട്സ് ഇൻ മൈ പെട്ടിയിലേക്ക് സ്വാഗതം. ഞാനിങ്ങനെ കുറച്ച് ടയർഡായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. രാവിലെ തൊട്ട് ജോലിക്ക് പോയിട്ട് വന്നതാണ്. ഓ ഷൂട്ട്, ഈശ്വര. ഇത് 2 മുണ്ടാണ്. നല്ല മഞ്ഞളിന്റെ മണമുള്ള മുണ്ടുകൾ. ആഹാ. ഇതിന്റെ ഇടയിലേ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത് ഓപ്പൺ ചെയ്ത സമയത്ത് പായസം, അയ്യോ ഞാൻ ഇത്തിരി കയറ്റി വെക്കട്ടെ. രണ്ടാമത് പാക്ക് ചെയ്ത സമയത്താണ് അമ്മ അത് കണ്ടത്, പായസം മുഴുവൻ ലീക്ക് അടിച്ചു എന്നുള്ളത്. പായസം, മുറുക്ക്, എന്റെ വേണ്ടപ്പെട്ട സാധനങ്ങൾ എവിടെ? ഇതെന്താണ്? ഓ, അടമാങ്ങ, ഹെൽത്തി ചോയ്. അല്ല ഈശ്വരാ, എനിക്ക് നാട്ടിലത്തെ ശർക്കര കഴിക്കാൻ ഇഷ്ടമായിട്ട് ഞാൻ ശർക്കര കൊടുത്താക്കാണ്. ഈ ശർക്കര ഉരുകുന്നുള്ള സത്യം ഞാൻ ഇപ്പോഴാട്ടോ തിരിച്ചറിഞ്ഞേ. ഓ മൈ ഗോഡ്. ഉഴുന്നുവട, ഉപ്പേരി. ഓ മൈ ഗോഡ്. ഇതാ എന്റെ കണ്ണടയാന്ന് തോന്നുന്നു കേട്ടത്. അല്ല, കൃഷ്ണന്റെ ഇതും ഒരു ഉരുളി. കൊള്ളാല്ലേ? നമുക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം. കിടക്കയില് മിക്കവാറും വല്ല മുളക് പൊടിയുടെ മണാവും. കമ്മ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നല്ല ഭംഗിയിലൊക്കെ ഇരുന്നൊന്ന് വീഡിയോ പിടിക്കാന്ന് വിചാരിച്ചതാ, സാധിച്ചില്ല. അപ്പോൾ ഉഴുന്നുവട,
പിന്നെന്താ മുളക് പൊടി നാട്ടിൽ ഇത് കൊണ്ടുവന്നത് ഒരുവിധം തീർന്നു തുടങ്ങി. ഉപ്പേരി, പപ്പടം. ഇത് ലാസ്റ്റ്. ഓ മൈ ഗോഡ്, പപ്പടമൊക്കെ പൊട്ടി പാളിസായിരിക്കുന്നത്. ഇത് എനിക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. ആക്ച്വലി അമ്മയുണ്ടല്ലോ എന്തൊക്കെയോ മരുന്നൊക്കെ മാറ്റിയപ്പോ അതിന് വെയിറ്റ് തികയാൻ വേണ്ടിയിട്ട് പപ്പടം വാങ്ങിച്ചു വെച്ചതാ. ഓ മൈ ഗോഡ്, ഇതേത്? അയ്യോ ചുരിദാർ. അയ്യോ ചുരിദാറിൽ എന്തോ ലീക്ക് അടിച്ച്. ഇതേതാണ് ഇങ്ങനൊരു ചുരിദാറ്? ഇങ്ങനൊരു ചുരിദാറിനെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നല്ലോ. എൻ്റെ അടുത്ത് പറഞ്ഞതിൽ ഇങ്ങനൊരു ചുരിദാർ ഇല്ലായിരുന്നു. ഒരു ഹാലിയ കട്ട് വേണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ദൈവമേ, നോക്കിയതിൻ്റെ അവസ്ഥ. സന്തോഷം. അതാ ഇത് ലീക്കായതിൽ പറ്റിയതാ. പിന്നെ നാട്ടിലത്തെ ലാക്മേടെ ഐലൈനർ ഇത് ഞാൻ പറഞ്ഞിട്ട. ഇളനീർ കുഴമ്പ് കണ്ണിന് തെളിച്ചം കൂട്ടാൻ. മഞ്ഞപ്പൊടി അതിനുള്ളിൽ തന്നെ ഇരിക്കട്ടെ. ഇതെന്റെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നുള്ള കുർത്തയാ. ഈശ്വര ഭാഗ്യം, ഇതിലൊന്നും ആയിട്ടില്ല. പക്ഷെ ഒന്നും ആയിട്ടില്ലെങ്കിൽ ഈ മുളക് പൊടിയൊക്കെ വെച്ചത് കൊണ്ട് എല്ലാത്തിനും ഭയങ്കര ഒരു മണവാ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എല്ലാത്തിനും മഞ്ഞപ്പൊടിയുടെ മുളക് പൊടി. ആഹാ, ദേ അടുത്തൊരു കുർത്ത. ഇതിട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ ഇപ്പൊ തുമ്മി തുടങ്ങും. ഡ്രസ്സിന്റെ പ്രശ്നമില്ല, മുളക് പൊടി അല്ല. എന്റെ വേറെ കുറച്ച് സാമഗ്രികൾ ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് നമ്മുടെ കറിവേപ്പിലയില്ലേ, കറിവേപ്പിലേനെ ഓവനിൽ വെച്ച് ഉണക്കിയിട്ട് ഉള്ളതാണ്. ഞാൻ പച്ചക്കറിവേപ്പിലേക്കാളും പ്രിഫർ ചെയ്യുന്നത് ഇതാവുമ്പോൾ. ഞാൻ കഴിഞ്ഞ കൊല്ലം കൊണ്ടുവന്ന് കഴിഞ്ഞ ഏപ്രിലല്ല കേട്ടോ, അതിന് മുന്നത്തെ ഏപ്രിൽ 2022 ഏപ്രിൽ ഞാൻ നാട്ടിൽ പോയില്ല. ആ സമയത്ത് കൊണ്ടുവന്ന എൻ്റെ കറിവേപ്പില ഇപ്പോഴും ഉണ്ട്. സോ കുറച്ചും കൂടി, അതായത് കുറച്ച് ബാക്കിയുള്ളൂ ഇനി അത്. അതുകൊണ്ട് ഞാൻ അത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേന്നിലാവ് എപ്പോഴായിട്ട് കത്തി. ഈശ്വര കത്തി, എനിക്കിത് ഇപ്പൊ തന്നെ തിന്നണം. ഈ സാധനം ഞാൻ ചോദിച്ച് എനിക്ക് എങ്ങനെങ്കിലും കൊടുത്തയക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ. ഒരു സമാധാനം പിന്നെ അതും കൂടി കഴിക്കല്ലേ. എൻ്റെ ഫേവറേറ്റ് സാധനം. ഒന്നാമത് വിശന്ന് വന്നിരിക്കുമ്പോഴേ ഞാൻ ഈ വീഡിയോ എടുക്കണത് നിങ്ങൾ ആലോചിക്കണം. പിന്നെ അഗെയിൻ കുറച്ച് എന്താണ് എനിക്ക് ചെമ്മീൻ ചമ്മന്തി. പിന്നെ മുറുക്ക്. ഇതിലെന്തൊക്കെയുള്ള മാങ്ങ, ഉണക്ക മാങ്ങ. ഒരു പാക്കറ്റും കൂടി ഉണ്ട്. ഇന്ന് ഞാൻ പൊളിക്കും. പിന്നെ ഇതെന്താ, ഇതൊക്കെ മാങ്ങ വകുപ്പിൽ പെട്ട ഐറ്റംസ് ആണ്. വാട്ട് ഈസ് ദിസ്? ഹെന്ന പൗഡർ. ആക്ച്വലി എന്റെ മുടിക്ക് വേണ്ടിയിട്ട് എണ്ണ കാച്ചാൻ വേണ്ടി കുറച്ച് സാമഗ്രികൾ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും കാണാനില്ലല്ലോ ഭഗവാനെ. ഇപ്പോ ഉണക്കമാങ്ങ കിട്ടി. മറ്റേ സാധനമൊക്കെ ഇവിടെ. നമ്മുടെ കണ്ണട നാട്ടിൽ നിന്ന് എടുക്കാൻ മറന്നതാ. പൂത്തിട്ടൊന്നുമില്ല. എന്നെ നിങ്ങൾക്ക് ഈ കണ്ണട വെച്ചിട്ട് പരിചയം ഉണ്ടാവും, യൂട്യൂബ് കാണുന്നവരാണെങ്കിൽ. ഇതായിരുന്നു എൻ്റെ ഒരു പഴയ കോലം. ഇതെന്തുട്ടാ? വേപ്പിലക്കട്ടി. ഇതാണ് മക്കളെ ദബ്ബട. ഇതെന്തുട്ടത്? ഓ, ചന്ദനം. പൂജിച്ച ചരടുകളുണ്ട്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞ കുറച്ച് കമ്മലുകൾ. ഇതെന്തിനാണ് കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കൊണ്ടുവരാൻ പറയും. ബിക്കോസ് ഞാൻ കൊണ്ടുവരാൻ പറയും. എന്റെ പൊന്നോ,
വെറുതെ ഏതെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെങ്കിലും വെറുപ്പിക്കാമല്ലോ. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കേട്ടോ. അത് എൻ്റെ ആങ്ങളയുടെ കല്യാണത്തിന് വാങ്ങിച്ചത്. ഇതും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഓ ഹൂപ്സ്. ഈശ്വര, ഇത് ഇങ്ങനത്തെ ഹൂപ്സ് ആയിരുന്നോ? ഞാൻ കല്ലൊക്കെയുള്ള ഹൂപ്സ് ആണല്ലോ പറഞ്ഞത്. ഇത് കടയിൽ പോയിട്ട് അമ്മയച്ഛനും കൂടെ എടുത്തതായിരുന്നു. പിന്നെ ഏതാ? അത് നേരത്തെ കമ്മല്. ഓരോരോ കുൽസിത പ്രവർത്തികൾ ഉണ്ട്. ഇനി ഇത് മുഴുവൻ ഞാൻ നാട്ടിൽ പോകുമ്പോ അങ്ങോട്ടേക്ക് വാരി കെട്ടിക്കൊണ്ടുപോകും. അത് ഞാൻ പണ്ട് നാട്ടിൽ ഉപയോഗിച്ചിരുന്ന എൻ്റെ ഉണ്ടാകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് 200 രൂപയ്ക്ക് വാങ്ങിച്ചത്. ഇത് നമ്മുടെ നാട്ടിൽ ഉടുക്കത്തെ വലിയ കൊള്ളാം അല്ലേ? ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മൂക്കുത്തിയല്ല എങ്ക പോച്ച്. ഓക്കെ, ഇതെന്താണിത്? ഓക്കെ, ഒരു മൂക്കുത്തി എനക്ക് കിടച്ചാച്ച്. ദേ ഓക്കെ, ഒരു മൂക്കുത്തി വന്നിരിക്ക്. ബാക്കിയുള്ളത് എവിടെ? ഹാപ്പി ബർത്ത്ഡേ, ഐ ലവ് യു ചേച്ചി. ഇത് മിക്കവാറും എൻ്റെ നാത്തൂൻ്റെ വകയായിരിക്കും. ബൈ ദ ബൈ, എന്റെ ബാക്കിയുള്ള മൂക്കുത്തികൾ എവിടെ? എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന വിവരം. ഈശ്വര, ഐ തിങ്ക് അവരത് ഓപ്പൺ ചെയ്തിട്ട് സാധനം എടുത്തിട്ടുണ്ട്. എന്നാലും അവരത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല കേട്ടോ, ഇല്ല. ഞാൻ വെറുതെ കാനഡ പോസ്റ്റിനെ ഇവരെ സംശയിച്ചുതേ. ഇതിന്റെ പൊക്കത്തില് ദേ കണ്ടാ, ഇവിടെ ഒരു മൂക്കുത്തി, ഇവിടെ ഒരു മൂക്കുത്തി, അങ്ങനെ എന്റെ 3 മൂക്കുത്തികളും കാനഡയിൽ വന്നിരിക്കുന്ന വിവരം ഞാൻ സസന്തോഷം എല്ലാവരെയും അറിയിച്ചു കൊടുക്കുന്നു. ഇന്ന് തന്നെ മൂക്കുത്തി മാറ്റണം. നാളെ തൊട്ട് എല്ലാവരും വെറുപ്പിക്കാനുള്ളതാ. പുതിയ മൂക്കുത്തി ഇടുന്നു, നമ്മൾ തിരിഞ്ഞിരിക്കുന്നു, ഫോട്ടോ ഇടുന്നു. ഈശ്വര, ഇതേത് മാല? ഇങ്ങനൊരു മാല ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ല. ഇതൊക്കെ എവിടെ നിന്നാണ് ഇവര് ഇതൊക്കെ അയച്ചത്? എനിക്ക് സർപ്രൈസ് വെച്ചതാന്ന് തോന്നുന്നത്. എനിക്കൊരു സർപ്രൈസിന്റെ അസുഖമുണ്ടേ. അതോ ഞാൻ തന്നെ പറഞ്ഞതാണോ ഇത്? എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഗൈസ്, ഇത്രയാണ് എൻ്റെ നാട്ടിൽ നിന്ന് വന്ന സാധനങ്ങൾ. ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് എനിക്കൊരു പാർസൽ വരുന്നതാ. ഇത് ഞാൻ പറഞ്ഞത് ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് ഒരു പാർസൽ വന്നതാണ്. സംഭവം 10 കിലോ അയക്കാനായിട്ട് 8000 രൂപ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ അയക്കാനാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ എന്താ പറയുക, എപ്പോഴെപ്പോഴൊന്നും അയക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യ സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അയക്കുക. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവം. എൻ്റെ വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കറിവേപ്പിലും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ എടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ കാച്ചണം. അതൊക്കെയാണ് ഇനിയിപ്പോൾ എൻ്റെ മുന്നോട്ടുള്ള പരിപാടികൾ. മല്ലിപ്പൊടി സാധനങ്ങളൊക്കെ ഇനി ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇതൊന്ന് കാണിച്ചു തരാം. ഇത്രേ സാധനങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതൊക്കെ ഒന്ന് അടക്കി പറക്കി വെക്കട്ടെ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ ആയിട്ട് ഞാൻ പിന്നെ വരാം. ബൈ ബൈ.